എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മാങ്ങയുടെ പൾപ്പ് എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാനാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് നാട്ടുമാങ്ങയാണ് കേട്ടോ. അപ്പം ഞാരുണ്ടാവും നാട്ടുമാങ്ങയ്ക്ക്. അപ്പം ഞങ്ങളിത് വൃത്തിയായി കഴുകി അരിഞ്ഞെടുത്തിട്ട് മിക്സിയിൽ അരിക്കും കേട്ടോ. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഞാരൊക്കെ പോയി കിട്ടും. അപ്പം ഞങ്ങളത് അരിഞ്ഞു കൊണ്ടുവരട്ടെ കേട്ടോ. ഇതേ ഞാൻ മാമ്പഴം പൂളി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കിലോ ഉണ്ട്. അപ്പം ഇനി ഇത് ഞാൻ മിക്സിയിൽ അരിച്ചെടുക്കട്ടെ കേട്ടോ. ആ ഞാരൊക്കെ പോകാനായിട്ട് അരിച്ചെടുക്കട്ടെ കേട്ടോ. മിക്സിയിലൊക്കെ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ഇതേപോലെ അരിപ്പയിലിട്ട് നമ്മൾ ടീസ്പൂൺ കൊണ്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും കേട്ടോ. നല്ല പോലെ ഞാരും കിട്ടും. അപ്പം ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മാങ്ങ, പിന്നെ അതേ 250 ml 2 കപ്പ് പഞ്ചസാര, 3 ചെറുനാരങ്ങ നീര് കുരുയില്ലാണ്ട് നമ്മൾ പിഴിഞ്ഞെടുത്തേക്കണം കേട്ടോ. അപ്പം ഞാൻ ഇനി അടുപ്പത്ത് വെക്കാം കേട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം മാങ്ങയിലെ വെള്ളം വറ്റണ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാതെ നോക്കണം കേട്ടോ. വെള്ളം വറ്റണ വരെ അതേപോലെ ഞാൻ അങ്ങനെ ഇളക്കിയെടുക്കട്ടെ കേട്ടോ. പഞ്ചസാര ഇടാറായി കേട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വേഗം എടുത്ത് ഉണ്ടാക്കാമല്ലോ. മാമ്പഴക്കാലല്ലേ, എല്ലാവരും ഇതേപോലെയൊക്കെ മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാട്ടോ. അപ്പോൾ നല്ലോണം പോലെ നമുക്ക് സുഖമാണ്. വിരുന്നുകാർ വന്നാൽ ടെൻഷനൊന്നുമില്ല, വേഗം ചെയ്ത് കൊടുക്കാമല്ലോ. ഇനി കുറച്ച് നേരം കഴിയണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറുനാരങ്ങ ഒഴിച്ച് ഇറക്കാം കേട്ടോ. വെള്ളമൊക്കെ വറ്റി റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെറുനാരങ്ങയുടെ നീരൊഴിക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഇറക്കാം കേട്ടോ. ഇനി ഇറക്കി വയ്ക്കാൻ പോവാണ് കേട്ടോ. മാങ്ങ പൾപ്പ് നമ്മൾ റെഡിയാക്കിയില്ല ജ്യൂസിന് വേണ്ടിയിട്ട്. അപ്പം അതിനെടുത്തിട്ടാ നമ്മളിത് കുപ്പിയിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. നമ്മളിത് 1 കൊല്ലം വരെ നമുക്ക് കേടാവാണ്ട് ഇരിക്കും കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞ ടീസ്പൂണൊക്കെ ഇട്ട് നമ്മൾ എടുത്താൽ നമ്മുടെ ഇത് കേടായി പോവും. ഒട്ടും നനവില്ലാണ്ട് ടീസ്പൂൺ വേണം നമ്മൾ എടുക്കണത് കേട്ടോ. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടീസ്പൂൺ എടുക്കുമ്പോൾ അത് നനവില്ലാത്ത ടീസ്പൂൺ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 1 കൊല്ലം വരെ ഇത് കേടാവാണ്ട് ഇരിക്കും. അപ്പോൾ ഞാൻ ഇതൊക്കെ കുപ്പിയിലാക്കട്ടെ കേട്ടോ. നമുക്കൊരു വലിയ ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് എടുക്കാം കേട്ടോ. 1 ഗ്ലാസ് ഞാൻ കലക്കി കാണിച്ചു തരാം കേട്ടോ. തണുത്ത വെള്ളം ഒഴിക്കുക കേട്ടോ. തണുത്ത വെള്ളം ആകുമ്പോൾ നല്ല സ്വാദുണ്ടാവും. നമുക്ക് നല്ലോണം കലക്കാം കേട്ടോ. ജ്യൂസൊക്കെ നല്ല അടിപൊളിയായിട്ട് അലിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി ജ്യൂസായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുപ്പിയിൽ നിറച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്ക് എടുത്ത് വയ്ക്കാം. ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ സാധാരണ ഫ്രിഡ്ജിലായാലും എടുത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിലാണെങ്കിൽ ഈ 1 വർഷം എന്ന് പറഞ്ഞാൽ ഇരിക്കില്ല. ഫ്രീസറിലാണ് കേട്ടോ 1 വർഷത്തേക്ക് ഇരിക്കുള്ളൂ കേടാവാണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.